കളത്രം എന്ന പദത്തിൻ്റെ അർത്ഥം വിശദീകരിക്കാമോ? അതൊരു വല്ലാത്ത ചോദ്യം കേട്ടോ. ചിന്തിക്കാത്തൊരു വിഷയം അത്. കുലത്രം അവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ. എങ്ങനെയാ കളത്രം ചോദിച്ചാൽ കുളത്രം പറഞ്ഞാൽ അത് വേണ്ട. അതൊരു മര്യാദ ഇല്ലായ്മയല്ലേ? അതൊരു മര്യാദ കേടാ. അത് വയ്യ. കളത്രത്തിൻ്റെ നിരുക്തി സത്യം പറഞ്ഞാണെങ്കിൽ നോക്കണം കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞുതരാം. കല ഇങ്ങനെ ആവാം, ഉറപ്പില്ല. തെറ്റുണ്ടെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. ഇങ്ങനെ ആവാൻ സാധ്യത ഉണ്ട്. കല അവയവമാണ്. അപ്പോൾ അവയവങ്ങളെ തനിക്കായി അവയവങ്ങളെ പോഷിപ്പിക്കുന്നവരാരോ, അവൾ കലകളെ ത്രാണനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ കലത്രം എന്ന് പറയാം. അതായത് തൻ്റേതായ ബീജത്തെ അവയവയുക്തയായ സന്താനമായി വികസിപ്പിക്കുന്നവൾ. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ തെറ്റില്ല. അപ്പൊ ജായ എന്നർത്ഥം. ജായ വൈഫ്, കളത്രം. കളത്രം നപുംസകമാണ്. അതുപോലെ ദാരം നപുംസകമാണ്. ദാരം, ഇത് രണ്ടും പത്നിയുടെ പര്യായങ്ങളിൽ പെട്ടതാണ്. ദാരം എന്ന് പറഞ്ഞാൽ തുളയ്ക്കുന്നവളാന്നാണ് തോന്നുന്നത്. ദ്രിഞ്ഞ് തുളയ്ക്കുകയാണ്. അതെന്താ തുളാന്ന് എനിക്കറിയില്ല, ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല. അതായത് മനസ്സിലായില്ല? തുളയ്ക്കുക. എന്താ അങ്ങോട്ട് നോക്കിയ, എന്താ അങ്ങോട്ട് പോണ എന്നും പറഞ്ഞിട്ട് ലഹള കൂടി വീട്ടിൽ സ്വസ്ഥത ഇല്ലാണ്ടാക്കുന്നവൾ ആരോ അവളാവാൻ സാധ്യത ഉണ്ട്. അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അർത്ഥം. ആവാൻ സാധ്യത ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ജായ സ്ത്രീലിംഗാണ്, ഭാര്യ സ്ത്രീലിംഗാണ്, പത്നി സ്ത്രീലിംഗാണ്, സഹധർമ്മിണി സ്ത്രീലിംഗാണ്. വേറെ ഏതാ? വേറെ വല്ലതൊക്കെ അറിയാം ഉണ്ടാവും. ദാരവും കളത്രവും നപുംസക.